ഹലോ കൂട്ടുകാരെ, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഫിലിപ്പിൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സൈക്കോ ചെങ്ങായി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കഴുത്തില് കത്തി വെച്ച് ഇങ്ങനെ നിർത്തിയേക്കാണ്. പോലീസുകാരെല്ലാവരും ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ നായികയായിട്ടുള്ള വിവിയന്. പുള്ളിക്കാരി ഒരു റിപ്പോർട്ടറാണ് കേട്ടോ. ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വരികയാണ്. എന്നിട്ട് ഈ ഒരു കൊലയാളിയുടെ വീട്ടിലേക്ക് അവള് കയറി പോവാണ്, അതും ഒറ്റയ്ക്ക്. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ കൊലയാളി കാണാതെ ഈ ഒരു കൊലയാളിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ചെന്ന വിവിയൻ ഞെട്ടിപ്പോയി. ആ ഒരു വീടിന്റെ ചുമരിലായിട്ട് അവളുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതം! പെട്ടെന്ന് ഒരു റൂമിലായിട്ട് വിവിയൻ അവളുടെ അമ്മയെ കാണുകയാണ്. തൊട്ടടുത്തായിട്ട് തന്നെ ഭീകരരൂപിയായിട്ടുള്ള ഒരു പ്രേതവുമുണ്ട്. അമ്മയെ ഒന്നും ചെയ്യരുതെന്ന് നമ്മുടെ വിവിയൻ പറയുന്നു. പക്ഷേ ആ ഒരു പ്രേതമാകട്ടെ അവളുടെ അമ്മയെ അപ്പോൾ തന്നെ വെടിവെക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വിവിയന് മനസ്സിലാകുന്നില്ല. അവൾ ആ ഒരു പ്രേത രൂപത്തെ നോക്കിയപ്പോ അതിന് അവളുടെ രൂപം തന്നെയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ വിവിയന്റെ ക്യാമറ ഉണ്ടല്ലോ, അതും വാങ്ങിയിട്ട് ഈ ഒരു പ്രേതം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അൺടോൾഡ് TV എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിന് വേണ്ടി. ഇത് കണ്ട വിവിയൻ ആകട്ടെ ആകെ പേടിച്ച് കരയുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങള് അവൾ കണ്ട സ്വപ്നം മാത്രമായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് വിവിയന്റെ അമ്മയായിട്ടുള്ള മോണിക്ക നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. മോണിക്കയുടെ ഭർത്താവ് മരിച്ചുപോയി. പുള്ളിക്കാരനും ഒരു ജേർണലിസ്റ്റ് തന്നെയായിരുന്നു. അച്ഛന്റെ പാത തന്നെയാണ് ഇപ്പോൾ മകളായിട്ടുള്ള നമ്മുടെ വിവിയനും പിന്തുടരുന്നത്. ആ ഒരു ന്യൂസ് ചാനലില് വളരെയധികം സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ഒക്കെ കവർ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ വിവിയനാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ മുഴുവൻ അൺടോൾഡ് എന്നാണ് അവളെ വിളിക്കാറുള്ളത്. വിവിയന്റെ ടീമിലുള്ള ഒരു ക്യാമറമാൻ ആണ് ബെഞ്ചി. അവന് നല്ല രീതിയിലുള്ള ക്രഷ് നമ്മുടെ വിവിയനോടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നു പറയാനായിട്ട് ബെഞ്ചി നമ്മുടെ വിവിയനെ സമീപിക്കാറുണ്ട്. പക്ഷെ പേടി കൊണ്ട് അവനൊന്നും തന്നെ പറയാറില്ല. ഒരു ചെറിയ ന്യൂസ് കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവിയന്റെ അടുത്തേക്ക് ഒരു ലേഡി വരുന്നത്. എന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാണ്. എനിക്ക് വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ കാണാറില്ലേ, അതൊക്കെ മാറാൻ വേണ്ടി ഇത് ഉപകരിക്കും എന്നാണ് ആ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലിട്ടപ്പോ തന്നെ അവളുടെ ചുറ്റിലും ആരെയും കാണാനില്ല. നമ്മുടെ ക്യാമറാമാനോ അടുക്കൂടെ നടന്നിരുന്ന ആളുകളെ ഒന്നും തന്നെ നമ്മുടെ വിവിയന് കാണാനില്ല. പെട്ടെന്ന് വന്ന് നമ്മുടെ ബെഞ്ചി വിളിച്ചപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. പുറമേ നിന്ന് കാണുന്നവർക്ക് വിവിയൻ എന്തെങ്കിലും കാര്യം ആലോചിച്ച് നിൽക്കുകയാണെന്നേ തോന്നുള്ളൂ. ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രേതങ്ങളെയും വളരെ വ്യക്തമായിട്ട് കാണാനും കഴിയും എന്ന് ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിലേക്ക് എത്തിയപ്പോഴും അവളുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. ഇവരുടെ നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു സിമന്റ് കൊലപാതകം. അതായത് കുറച്ച് പേരെ സിമന്റിലിട്ട് ജീവനോടെ അങ്ങോട്ട് തീർത്തു കളഞ്ഞു. അതിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏണസ്റ്റോ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ചീഫ് ഇപ്പോ തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അയാളെ വെറുതെ വിട്ടിരിക്കുകയാണ്. നമ്മുടെ വിവിയന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജാസ്പർ എന്നാണ് അവന്റെ പേര്. ഇപ്പോ നിലവിൽ പിരിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും. വിവിയന്റെ അമ്മയായിട്ടുള്ള മോണിക്കയ്ക്ക് ജാസ്പറിനെ നല്ല ഇഷ്ടമായിരുന്നു. അവനൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആണെന്ന് എപ്പോഴും മോണിക്ക നമ്മുടെ വിവിയന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. വിവിയൻ ഇപ്പോ ജാസ്പറിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ കാണാനായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോ അവൻ റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്താ അവൻ കതകൊന്നും തുറക്കുന്നില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാണ്ടെന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് തന്നെ പോവുകയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജാസ്പർ ഇതേ കുറച്ച് ഫയലുകളുമായിട്ട് അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ആ റൂമിലേക്ക് കയറി പോവാണ്. ഇവൾക്ക് ആകെ പേടിയായി തുടങ്ങി. കാരണം ഇത്ര നേരം ഞാൻ കണ്ടത് പിന്നെ ആരായിരുന്നു? ആ ഒരു ബ്രേസ്ലെറ്റ് ഇവളുടെ കയ്യിൽ വന്നതോട് കൂടിയിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഒരു ഡിബേറ്റ് നടക്കാനായിട്ട് പോവുകയാണ്. ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസ് ഉണ്ടായിരുന്നു. അതിൽ വിറ്റ്നസ് ആയിട്ടുള്ള 2 പേര് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു റേപ്പ് നടക്കുന്നത് തടയാനായിട്ട് ശ്രമിച്ചില്ല. അപ്പൊ അതിന്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ അവിടെ ഇരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിവിയൻ. പെട്ടെന്ന് തന്നെ അവൾ മറ്റൊരു വിഷൻ കാണുകയാണ്. വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതൊക്കെ നേരിട്ട് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതായത് ഈ ഒരു സിമന്റ് ഒക്കെ മുഖത്തായിട്ടുള്ള പലതരത്തിലുള്ള പ്രേതങ്ങൾ അവളെ വേട്ടയാടാൻ വരികയാണ്. പക്ഷെ ഇത് നേരിട്ട് കാണുന്നവര് ഇവൾ എന്തോ സ്വപ്ന ലോകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ തോന്നുള്ളൂ. ഈ 2 വിറ്റ്നസ്സുകളും ഇപ്പൊ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇരയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവന്മാരെ 2 പേരെയും കസേരെടുത്ത് അടിക്കാനായിട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് സിൽവിയ എന്ന് പറയുന്ന ഇവരുടെ ബോസ് ചോദിക്കുന്നുണ്ട്. നിനക്ക് കുറച്ചു ദിവസം ലീവ് എന്തെങ്കിലും വേണോ? നിനക്ക് എന്താ പറ്റിയേ? നീ എത്രത്തോളം ഉന്മേഷവതിയായിട്ടാണ് ഓരോ ന്യൂസും കവർ ചെയ്തുകൊണ്ടിരുന്നത്? മനസ്സിന് ഒരു സമാധാനവും നമ്മുടെ വിവിയന് തോന്നില്ല. അവൾ അപ്പൊ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് അന്ന് ആ ഒരു
സിമന്റ് കൊലപാതകത്തിൽ അവൾ ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന ഫയലുകളൊക്കെ പരിശോധിക്കുകയാണ്. അതിന്റെ മുഴുവൻ ഫുട്ടേജുകൾ ഇതുവരെ പുറംലോകം കണ്ടിട്ടില്ല. അതൊക്കെ അവൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച വന്നിട്ട് അവളിരിക്കുന്ന ആ ഒരു ടേബിളിന്റെ മുകളിൽ നിന്ന് ചാടുകയാണ്. പെട്ടെന്ന് അവൾ ആകെ പേടിച്ചു പോയി. എന്നിട്ട് ആ ഒരു പൂച്ചയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ കയ്യിലേക്ക് നോക്കിയപ്പോ ഇവള് ഇടാതിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇപ്പൊ അവളുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വീണ്ടും ആ ഒരു ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ അതിനകത്തായിട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് സിമന്റിൽ ആളുകളെ ആക്കിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തുന്ന ആ ഒരു സെക്യൂരിറ്റി ചീഫും മറ്റു പ്രതികളും. പക്ഷെ മരിക്കുന്നതിന് മുമ്പായിട്ട് അതിലെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ശപിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ വിവിയൻ ഞെട്ടി ഉണരുകയാണ്. ഇതും അവള് കണ്ട ഒരു സ്വപ്നമായിരുന്നു. വിവിയൻ ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണ്. ഓഫീസിലാകട്ടെ ആരും തന്നെ ഇല്ല. അങ്ങ് അകലെ നിന്നായിട്ട് ആ ഒരു കോറിഡോറിലൂടെ എന്തോന്ന് എഴഞ്ഞു വരുന്നതായിട്ട് നമ്മുടെ വിവിയൻ കാണുന്നു. നോക്കുമ്പോൾ അത് സിമന്റ് മൊത്തം മേലായിട്ടുള്ള ഒരു പ്രേതമായിരുന്നു. അത് ഇവളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. വിവിയൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. പക്ഷേ ഈ ഒരു പ്രേതം വന്നിട്ട് അവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് എന്താ മാഡം എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. ബാക്കിയുള്ള ആർക്കും തന്നെ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അടുത്ത ദിവസം തന്നെ നമ്മുടെ വിവിയന്റെ ബോസ് അവളെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു എവിഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏണസ്റ്റോ എന്ന് പറയുന്നുള്ള ആ ഒരു പ്രതിയെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പെൺകുട്ടി നമ്മുടെ വിവിയന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ആ ഒരു സിമന്റ് കൊലപാതകത്തിൽ എന്റെ അമ്മയും മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അയാൾക്കെതിരെയുള്ള തെളിവുകളില്ലേ? അയാളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങി. ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല എന്നാണ് ഇപ്പോഴും ഏണസ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു സെക്യൂരിറ്റി ചീഫ് പറയുന്നത്. അതിനിടയിൽ നമ്മുടെ വിവിയനാകട്ടെ വീണ്ടും ഹലൂസിനേഷൻ വരികയും പലതരത്തിലുള്ള വിഷൻസും കാണാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നേരത്തെ ആ ഒരു അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടി ഈ ഒരു ഏണസ്റ്റോയെ വെടിവെച്ചു തീർത്തു കളഞ്ഞു. അവൾ സ്വയം വെടിവെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മറുവശത്ത് ഓഫീസിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ പെൺകുട്ടിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വിവിയന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചിയുടെ അടുത്ത് അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവൾ വന്നിരിക്കുകയാണ്. വിവിയൻ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ സെൻസേഷണൽ കേസായിരുന്നു പൂച്ചയെ കൊന്ന് കറിവെച്ച റെസ്റ്റോറന്റിനെ പറ്റിയിട്ട്. അതിന്റെ ഒറിജിനൽ ഫുട്ടേജ് തരാനായിട്ടാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി നമ്മുടെ ബെഞ്ചിയോട് ആവശ്യപ്പെടുന്നത്. വിവിയനെ പോലെ തന്നെ ബെഞ്ചിയും ഇപ്പോ ഈ ഒരു സിമന്റ് പ്രേതങ്ങളെ കാണുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ വിവിയൻ ആകട്ടെ ഒരു സൈക്രാറ്റിസ്റ്റ് ഡോക്ടറെ കാണുകയാണ്. എന്നിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഈ ഒരു ഡോക്ടറോട് സംസാരിക്കുമ്പോഴും നമ്മുടെ വിവിയൻ മറ്റു പല വിഷൻസും കാണുന്നുണ്ട്. ആ ഒരു വിഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൾ ആ ഒരു ഡോക്ടറോട് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് അവൾ സ്വബോധത്തിലേക്ക് വരുമ്പോൾ അവൾ ആ ഒരു ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പോലും അവൾക്കറിയില്ല. ഡോക്ടർ അപ്പോൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു പൂച്ചയെ കൊന്നു കറി വെച്ചു അല്ലേ? ഇല്ല ഡോക്ടർ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സോഫയുടെ അടുത്തായിട്ട് തന്നെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഒരു വിരൂപിയായിട്ടുള്ള ഒരു സ്ത്രീ. അതിന്റെ കയ്യിലായിട്ട് ഒരു പൂച്ചയുടെ ജഡവും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു പാസ്റ്റ് ആണ് കാണിക്കുന്നത്. വിവിയൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ പാസ്റ്റ്. ശേഷം പിന്നീട് പണ്ട് നടന്ന ആ ഒരു ഓഫീസിൽ നടന്ന കാര്യവും കാണിക്കുന്നു. അതായത് ആദ്യമായിട്ട് വിവിയൻ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവൾക്ക് ഒരു തരത്തിലുള്ള സെൻസേഷണൽ ന്യൂസും കിട്ടിയിരുന്നില്ല. പകരം ഒളിവിയ എന്ന് പറയുന്ന ഒരു യുവതിക്കായിരുന്നു അവിടെ ഭയങ്കരമായിട്ടുള്ള ഫെയിം ഉണ്ടായിരുന്നത്. വിവിയന്റെ അമ്മയ്ക്ക് ഒരു സർജറിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിനായിട്ടുള്ള പണവുമില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ടല്ല. അത് പെർമനന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെൻസേഷണൽ ന്യൂസ് അത്യാവശ്യമായിരുന്നു. അങ്ങനെ തന്റെ അയൽക്കാരിയുടെ പൂച്ചയായിട്ടുള്ള കിറ്റി മേരിയെ അവള് കൊന്ന് കറി വെച്ചു. എന്നിട്ട് അതൊക്കെ അവളുടെ മുഖം വരാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖം വരാത്ത രീതിയിൽ അത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ ബോസിന്റെ അടുത്ത് ചെന്ന് പറയുന്നത് ഇതൊരു റെസ്റ്റോറന്റിൽ ഞങ്ങൾ ഒളി ക്യാമറ വെച്ചെടുത്താണെന്നാണ്. അതായത് റെസ്റ്റോറന്റിൽ ഈ ഒരു പൂച്ചിറച്ചി വിളമ്പി, അതാണ് ഇവരുടെ ന്യൂസ്. അതോടുകൂടിയിട്ട് ഇപ്പോൾ അവൾക്ക് ആ ഒരു ന്യൂസ് ചാനലിൽ ഭയങ്കര ഫെയിമും വന്നു. അവളുടെ ജോലി പെർമനന്റ് ആവുകയും ചെയ്തു. ആവശ്യത്തിനുള്ള ലോണും കിട്ടി. അമ്മയുടെ സർജറി പൂർത്തിയാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒളിവിയ എന്ന് പറയുന്ന യുവതി ശരിക്കും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ പോകുന്നത് ഒളിവിയ തന്നെയായിരുന്നു. അവളുടെ ഐഡിയ ആണ് ഇവള് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ഈ പൂച്ചയെ വളർത്തുന്ന കുട്ടി വന്നിട്ട് നമ്മുടെ വിവിയനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്റെ പൂച്ചയെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടി അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിവിയൻ അറിയാതെ തന്നെ
ഈ ഒരു ഡോക്ടറുടെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അവള് തന്നെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് തിരികെ പോകുമ്പോഴും ഈ ഒരു പ്രേതങ്ങള് അവളെ വേട്ടയാടാൻ വരികയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഈ ഒരു ശാപം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവിയൻ ഇപ്പോ ജയിലിലേക്ക്, നേരത്തെ ആ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും നമ്മുടെ വിവിയന്റെ അടുത്ത് പറഞ്ഞു. അതായത് ആ ഒരു സിമന്റ് കൊലപാതകത്തിൽ മരിച്ചിരുന്ന എല്ലാവരുടെയും പ്രേതങ്ങളാണ് ഇവരെ വേട്ടയാടുന്നത്. എന്റെ അമ്മയുടെ മരണത്തിന് ഞാൻ തന്നെയാണ് കാരണക്കാരി എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു യുവതി നമ്മുടെ വിവിയന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആ ഒരു ഇരുമ്പഴി ഉണ്ടാവൂലേ, അതിലിങ്ങനെ തലയിടിച്ച് സ്വയം മരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയിൽ സൂപ്രണ്ടും മറ്റൊക്കെ ഓടി വരുന്നുണ്ട്. പക്ഷെ അവളുടെ കഥ കഴിഞ്ഞിരുന്നു. ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ബെഞ്ചിയും അതുപോലെ തന്നെ ഞാനുമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ വിവിയൻ ബെഞ്ചിയെ വിളിക്കുന്നു. അപ്പൊ ബെഞ്ചി പറയുന്നുണ്ട്, ഞാൻ ജാസ്പറിനോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവന് യാതൊരുവിധ കുഴപ്പമില്ല, നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ജാസ്പർ അങ്ങോട്ടേക്ക് വരികയാണ്. പക്ഷെ ജാസ്പറിന്റെ ദേഹത്ത് ഒരു തരത്തിലുള്ള ഡ്രസ്സും ഉണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും നടുവിലായിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ഈ ഒരു നൂഡിൽസിൽ മീറ്റ് ബാൾസ് ഒന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്പൂണും അവന്റെ കണ്ണിൽ കുത്തിയിട്ട് ആ ഒരു കണ്ണെടുത്തിട്ട് ഇവൾക്ക് നേരെ കാണിക്കുന്നു. പെട്ടെന്ന് അവള് ഞെട്ടിയുണരുന്നു. ഇത് നമ്മുടെ വിവിയൻ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ ഇവള് കിടന്നിരുന്ന ആ ഒരു സോഫയ്ക്ക് പിറകിലായിട്ട് ഇപ്പൊ ഒരു പ്രേതം വരാണ്. പേടിച്ചരണ്ട, അവളാണെന്നുണ്ടെങ്കിൽ സോഫയുടെ ഒരു സൈഡിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബെഞ്ചി വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്നാണ് നമ്മുടെ ബെഞ്ചിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വിവിയന്റെ കാമുകനായിട്ടുള്ള ജാസ്പർ യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നു. മരണാനന്തര ചടങ്ങിന് പോയിട്ടുള്ള വിവിയൻ അവന്റെ ശരീരം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അവന് ഒരു കണ്ണില്ലായിരുന്നു. അവള് കണ്ട ആ ഒരു വിഷനിൽ നടന്ന അതേ കാര്യം തന്നെ ഇപ്പോ യഥാർത്ഥ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നു. അതിനിടയിൽ ഓഫീസിൽ മറ്റൊരു കാര്യം കൂടി നടന്നു. പുതുതായി വന്ന ആ ഒരു റിപ്പോർട്ടർ പെൺകുട്ടി നമ്മുടെ വിവിയന്റെ എല്ലാ കള്ളക്കളികളും കണ്ടുപിടിച്ചു. ആ ഒരു ഫൂട്ടേജിനകത്തായിട്ട്, ഒറിജിനൽ ഫൂട്ടേജിനകത്തായിട്ട് നമ്മുടെ വിവിയന്റെ മുഖമുണ്ടായിരുന്നു. അവളായിരുന്നു ആ ഒരു പൂച്ചയെ കൊന്ന് കറി വെച്ചത്, അല്ലാതെ റെസ്റ്റോറന്റുകാരല്ല എന്ന് ഇപ്പോ അവളുടെ ബോസിനും മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ വിവിയൻ മറ്റൊരു വിഷനിലേക്ക് പോവാണ്. അതായത് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒളിവിയ ഈ ഒരു ഐഡിയ നമ്മുടെ വിവിയന്റെ അടുത്ത് പറഞ്ഞതോട് കൂടിയിട്ട് മറ്റൊരു വഴിയുമില്ലാതെ അവളുടെ ഐഡിയ കോപ്പി അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവം ഉണ്ടാക്കി. അതറിഞ്ഞ നമ്മുടെ ഒളിവിയ അവളുടെ അടുത്ത് ചോദിക്കാൻ ചെന്നു. എന്നിട്ട് ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ അവളെ അറിയാതെ ഒന്ന് തട്ടി മാറ്റി. അതോട് കൂടിയിട്ട് ഒരു ബസ് വന്നിട്ട് അവളെ ഇടിക്കുകയും ഒളിവിയയുടെ കഥ കഴിയുകയും ചെയ്തു. നമ്മുടെ ജാസ്പറും ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിവിയനിൽ നിന്നും അവൻ അകലാനായി തുടങ്ങിയത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ ഇവൾ അറിയാതെ ഇവൾ തന്നെ ഈ ഒരു ബോസിനോടും ഈ റിപ്പോർട്ടർ ഗേളിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് അമ്മയെ കാണാൻ ചെന്ന നമ്മുടെ വിവിയൻ അമ്മയോടൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീൻ മാറിയിട്ട് അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മുടെ ബെഞ്ചിയാണ് സോഫയിലിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ സ്വപ്നവും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ വിവിയൻ കടന്നു പോകുന്നത്. ഇതിന് പിന്നിലുള്ള സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ബെഞ്ചിയും അവളുടെ കൂടെ കൂടാമെന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ നമ്മുടെ വിവിയൻ അവൾക്ക് ആദ്യമായിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് നൽകിയ യുവതിയെ തേടിയിറങ്ങുകയാണ്. ഒരു ശവപ്പറമ്പില് തന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഒരു സ്ത്രീ. ഇവൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ ഒരു സ്ത്രീ ആകട്ടെ നമ്മുടെ വിവിയന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് നമ്മുടെ വിവിയൻ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീ അവളോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീ ഒന്നും തന്നെ അവളെ ചെയ്യുന്നില്ല. അതെല്ലാം അവളുടെ തോന്നൽ മാത്രമായിരുന്നു. പെട്ടെന്നാണ് കാൽ തെറ്റിയിട്ട് നമ്മുടെ വിവിയൻ അടുത്തുണ്ടായിരുന്ന ഒരു ശവക്കുഴിയിലേക്ക് വീഴുന്നത്. അതിനുള്ളിൽ നിന്ന് ഒരുപാട് ശവങ്ങൾ വന്നിട്ട് അവളെ എങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബെഞ്ചി അങ്ങോട്ടേക്ക് ഓടി വന്ന് അവളെ ആ ഒരു കുഴിയിൽ നിന്ന് കയറ്റുന്നു. വിവിയനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ആ ഒരു അഴിക്കുള്ളിൽ തലയിടിച്ച് മരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയും പിന്നെ ഈ ഒരു സെക്യൂരിറ്റി ചീഫും കുറച്ച് ആളുകളും കൂടി ചേർന്നിട്ട് ഇപ്പൊ നമ്മുടെ വിവിയന്റെ അമ്മയുടെ റെസ്റ്റോറന്റിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവരെ അറ്റൻഡ് ചെയ്തത് നമ്മുടെ വിവിയൻ ആയിരുന്നു. ഇവര് പറയുന്ന കാര്യങ്ങൾ വിവിയൻ ശ്രദ്ധിച്ചു. അതിൽ ഏണസ്റ്റോ എന്ന് പറയുന്ന ആ ഒരു ചീഫിന്റെ നമ്പർ ഇവരറിയാതെ തന്നെ അവള് നോട്ട് ചെയ്തു വെച്ചു. ഈ പെൺകുട്ടിയും ഈ കൂട്ടരും സംസാരിച്ച കാര്യം മറ്റൊന്നുമല്ല, കേറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി, അത് കുറച്ച് ആളുകൾക്ക് കുറച്ച് പൈസയും മറ്റൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ നെഗോഷിയേഷൻ വിളിച്ചിരിക്കുന്നത് ഈ ഒരു കേറ്റ്ലാൻഡിന്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചാണ്. അവിടെ വെച്ച് തന്നെ ആ ഒരു ആളുകളെ തീർത്ത് കളയാനായിട്ടാണ് ഇവരുടെ പ്ലാന്. പക്ഷെ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അവളുടെ അമ്മയും സെറ്റിൽമെന്റിന്, അതായത് പണം വാങ്ങിക്കാനായിട്ട് അങ്ങോട്ടേക്ക്
വരുന്നുണ്ടെന്ന് സംശയം തോന്നിയ നമ്മുടെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ചീഫിന്റെ നമ്പറിലേക്ക് കുറച്ച് മെസ്സേജുകൾ കണ്ട് അയച്ചു. എന്താണ് നിങ്ങൾ അവരെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് സംശയം തോന്നിയിട്ടുള്ള ഈ ഒരു സെക്യൂരിറ്റി ചീഫ് അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അപ്പോഴേക്കും വിവിയൻ ആ ഒരു സിമ്മ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സെൻസേഷണൽ ന്യൂസ് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിവിയൻ ആകട്ടെ നേരെ ചെല്ലുന്നത് ജാസ്പറിന്റെ അടുത്തേക്കാണ്. കൂടെ വരുമോ എന്ന് ചോദിച്ചതിനുള്ള മറുപടി ഇല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചിയും കൂട്ടിയിട്ടാണ് ഇപ്പോ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നമ്മുടെ വിവിയൻ പോകുന്നത്. നമുക്ക് പോലീസിനെ അറിയിക്കണ്ടേ എന്നൊക്കെ ബെഞ്ച് ചോദിച്ചു. പക്ഷെ രണ്ടുപേരുടെയും ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് പോലീസിനെ അറിയിക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്കിതൊക്കെ കവർ ചെയ്യണ്ടാ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസേഷൻ ന്യൂസ് കിട്ടില്ല. പക്ഷെ അവരുടെ ജീവനല്ലേ വലുതെന്ന് ബെഞ്ചി അപ്പോഴും നമ്മുടെ വിവിയന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ വിവിയൻ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. അവളാകട്ടെ ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവൻ പോലും ഇല്ല, ഒറ്റയ്ക്കാണ് അവൾ പോകുന്നത്. എന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് വിവിയന് ഓർമ്മ വരുന്നത്. അവൾ അങ്ങനെ ബെഞ്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വീഡിയോ കോൾ വരുന്നത്. അത് അവളുടെ അമ്മയായിട്ടുള്ള മോണിക്കായിരുന്നു. പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്റെ അമ്മയെ നിനക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞുള്ള ഒരു ഭീഷണിയായിരുന്നു അത്. അങ്ങനെ വീണ്ടും വിവിയൻ ആ ഒരു കൊലപാതക പരമ്പരകൾ നടന്ന കെയ്റ്റ്ലാൻഡ് കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ബെഞ്ചിയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞ് തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഒടുവിൽ അവളുടെ അമ്മയെ അവൾ കണ്ടെത്തി. പക്ഷെ അപ്പോഴും ആ പ്രേതങ്ങള് അവളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. സിമെന്റിന്റെ അടിയിൽ നിന്നൊക്കെ ഓരോരോ പ്രേതങ്ങള് അവൾക്ക് നേരെ വരുന്നു. പെട്ടെന്നാണ് അവളുടെ കൺമുമ്പിൽ നിന്നിരുന്ന അമ്മയെ കാണാതാവുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോ ഒരുപാട് ആളുകളുടെ തലയുള്ള ഒരു എട്ടുകാലി പോലെയുള്ള ആ ഒരു സിമെന്റ് കൊലപാതകത്തിൽ മരിച്ച എല്ലാവരും അടക്കം ഇപ്പൊ അവൾക്ക് നേരെ ഒരു ജീവിയായി മാറി വരികയാണ്. പെട്ടെന്ന് തന്നെ വിവിയൻ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവളുടെ കയ്യിൽ നമ്മുടെ ബെഞ്ചി പിടുത്തമിട്ടു. പക്ഷെ കാര്യമുണ്ടായില്ല, അവൾ നിലത്തേക്ക് വീണു. ഇത് കണ്ട മോണിക്ക പൊട്ടിക്കരയുകയാണ്. വിവിയൻ അപ്പോഴും ഓരോരോ വിഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് അവളുടെ ചെറുപ്പകാലത്തെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിവിയന്റെ അമ്മയായിട്ടുള്ള മോണിക്കയുടെ റെസ്റ്റോറന്റ് ആണ്. അവിടെ ഇപ്പൊ TV ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. വിവിയന്റെ ഫോട്ടോയും അവിടെ തന്നെ തൂക്കിയിട്ടുണ്ട്. കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ബെഞ്ചിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വിചാരിക്കും വിവിയൻ മരിച്ചു പോയെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ വിവിയൻ മരിച്ചിട്ടില്ല. അവളുടെ അമ്മ പറയുന്നുണ്ട് ഈ ഫോട്ടോ ഒന്ന് മാറ്റിവെച്ച്, അവളുടെ ഓരോരോ കുസൃതി കണ്ടില്ലേ. വിവിയൻ ഇപ്പോ തന്റെ പഴയ ക്യാരക്ടർ എന്നേക്കുമായി മറക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിവിയൻ അങ്ങനെ ഒരു ടേബിളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ് വീണ്ടും കാണുകയാണ്. അതെങ്ങനെ ഇവിടെ വന്നു? അവളാകെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അതായത് ഈ ഒരു ശാപം ഇനിയും തുടരും എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? അൺടോൾഡ് എന്ന് പറയുന്ന ഒരു ഫിലിപ്പീൻ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.